ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ ഇനിയും മുന്നോട്ട് എന്ന രണ്ടാമത്തെ പാഠമാണ്. പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പാഠത്തിൻ്റെ പേര് ഇനിയും മുന്നോട്ട്. ഈ ഒരു ചിത്രം ശ്രദ്ധിക്കൂ. വളരെ ഭയപ്പെടുത്തുന്നതും ദുരിതങ്ങൾ അനുഭവിക്കുന്നതുമായ ആളുകളുടെ ഒരു ചിത്രമാണല്ലേ ഇത്. പേമാരിയിൽ സംഭവിച്ച ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. വീടുകളുടെ മുകളിൽ രക്ഷയ്ക്കായി കാത്തു നിൽക്കുന്നവരെയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. തോണിയിലും ഹെലികോപ്റ്ററിലുമായി ഈ ആളുകളെ രക്ഷിക്കാനെത്തുന്ന രക്ഷാപ്രവർത്തകരെയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ആ ആളുകൾ നോക്കൂ, അവരുടെ സ്വന്തം ജീവൻ മാത്രമല്ല അല്ലേ, അവരുടെ വളർത്തുമൃഗങ്ങളെയും ഒപ്പം രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിലൂടെ കൂട്ടുകാർക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ആളുകൾക്കിടയിലെ പരസ്പര സ്നേഹത്തിൻ്റെയും കൈത്താങ്ങിൻ്റെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാം അല്ലേ. ഇനി നമുക്ക് അടുത്ത ഭാഗം പരിചയപ്പെടാം. ഈ ഒരു ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ എന്തൊക്കെ കൂട്ടുകാർക്ക് കാണാൻ കഴിയുന്നുണ്ട്? ഇരുൾമൂടിയ ആകാശവും ഇടിയും മിന്നലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് മഴക്കാലത്തിൻ്റേതാണ്. മഴക്കാലം എന്ന് പറയുന്നത് എപ്പോഴും ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും കാലമാണ്. ഇടിയും മിന്നലും അല്ലാതെ മറ്റെന്തൊക്കെ കാഴ്ചകൾ ഈ ചിത്രത്തിൽ കാണാം? ദുരിതങ്ങൾക്കുമിടയിലും പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തെയും മറ്റു ജീവജാലങ്ങളെയും നമുക്കിതിൽ കാണാം അല്ലേ. അതുപോലെ തന്നെ ഇരുൾമൂടിയ വഴിയാണെങ്കിലും ഒരു പ്രതീക്ഷയാമെന്നോണം പ്രകാശത്തിൻ്റെ കിരണവും നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഇനി നമുക്ക് വൈലോപ്പിള്ളിയുടെ ആശംസ എന്ന കവിത പരിചയപ്പെടാം. പോവുക പേമാരിയും ഇടിയും കൂസിടാതെ, കാവുകൾ പൂച്ചൂടുന്നു കാത്തു നിൽക്കയാമോണം. പേമാരിയും ഇടിയും എല്ലാം പോയതിനു ശേഷം ഓണത്തെ വരവേറ്റുകൊണ്ടുള്ള വരികളാണ് ഇത്. കൂട്ടുകാരെ, ഓണം വരുന്നത് ചിങ്ങമാസത്തിലാണല്ലേ. ഓണത്തിൻ്റെ മുന്നേയുള്ള മാസം ഏതാണ്? കർക്കിടകം. കർക്കിടകത്തിലെ പേമാരിയെയും ഇടിയെയും വകവയ്ക്കാതെ നിങ്ങൾ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണത്തെ വരവേൽക്കൂ എന്നാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാവുകൾ പൂച്ചൂടുന്നു കാത്തു നിൽക്കയാമോണം എന്ന വരികളുടെ അർത്ഥം ഇങ്ങനെയാണ്: ഓണത്തെ വരവേൽക്കാനായി കാവുകളും പരിസരവുമെല്ലാം പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇനി ഈ കവിതയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ. കാത്തു നിൽക്കയാമോണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കാത്തു നിൽക്കയാമോണം എന്ന് വെച്ചാൽ എന്താണ്? ഓണത്തെ കാത്തു നിൽക്കുകയാണ്. ആ ഒരു വാക്യം കൊണ്ട് കൂടുതൽ അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്: കർക്കിടക മാസത്തിലെ മഴക്കെടുതികളും അതുമൂലമുണ്ടായ ദുരിതങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാവരും പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ് എന്നാണ് കാത്തു നിൽക്കയാമോണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടം എന്ന കഥ പരിചയപ്പെടാം. ചേർത്ത് പിടിക്കാം. പേമാരിയും ഇടിയും മറ്റു കഷ്ടപ്പാടുകളും ഇടയ്ക്കിടയ്ക്ക് വന്നെന്നിരിക്കും. ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ. ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം. അതിനെന്താണ് ആദ്യം വേണ്ടത്? കൂട്ടുകാരെ, മഴക്കാലത്തെ വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലുമായി എത്രയധികം ആളുകൾക്കാണല്ലേ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ അവരെ ഒറ്റയ്ക്കാക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. അനേകം ആളുകൾ അവരുടെ രക്ഷയ്ക്കായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണ്? എല്ലാവരെയും ഒന്നായി കാണാനും ചേർത്ത് പിടിക്കാനുമുള്ള മനസ്സാണല്ലേ. ഇങ്ങനെയെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തോന്നേണ്ടത് എന്താണ്? മറ്റുള്ളവരോട് സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെയാണല്ലേ. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. കഥയുടെ പേര് ഇഷ്ടം. കാറ്റിൻ്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്തിഷ്ടമാണെന്നോ. ഈ ഒരു ചിത്രത്തിൽ നോക്കൂ. ഒരു കുട്ടി കാറ്റും മഴയുമെല്ലാം ആസ്വദിച്ച് കിടക്കുകയാണ്. ആ കുട്ടിക്ക് അവയെല്ലാം വളരെ ഇഷ്ടമാണ്. ഇളവെയിൽ ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാറ്റിനെയും മഴയെയും പോലെ തന്നെ അവൾ ഇളം വെയിലിനെയും നിലാവിൻ്റെ തണുപ്പിനെയും ഇഷ്ടപ്പെടുന്നു. കടലും ആകാശവും കണ്ടു കണ്ട് എനിക്ക് കൊതി തീരാറില്ല. കുയിലിൻ്റെ പാട്ട് എൻ്റെ കാതിനൊരു തേന്മഴയാണ്. കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും. കുളത്തിലെ മീനിൻ്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക്. പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ്, പഴങ്ങളെ പോലെ. അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, കൂട്ടുകാർ, നാട്ടുകാർ ഇഷ്ടം.
ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പ്രകൃതിയെയും തൻ്റെ ചുറ്റുപാടുള്ളവരെയും മറ്റു ജീവജാലങ്ങളെയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥയാണല്ലേ ഇത്. ആരോടും ഒരു അനിഷ്ടം അവൾക്കില്ല. അനിഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടക്കേട്. എല്ലാവരെയും അവൾ ഒരുപോലെ സ്നേഹിക്കുന്നു. അതിനാൽ തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും അവൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. കൂട്ടുകാരും ഇതുപോലെ തന്നെയല്ലേ? നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ചേട്ടനെയും അനുജത്തിയെയും ചേച്ചിയെയും ഒക്കെ ഇഷ്ടമാണല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളതിനെയും ചുറ്റുമുള്ളവരെയും ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ഈ കഥയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ടീച്ചർ വായിച്ചു തന്ന അനിഷ്ടം എന്ന കഥയിലെ സോനയും ഇഷ്ടം എന്നതിലെ കുട്ടിയും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നതിന് മുൻപ് നമുക്ക് അനിഷ്ടം എന്ന കഥ പരിചയപ്പെടാം. അനിഷ്ടം. പുരപ്പുറത്ത് മുറുകിയും താഴ്ന്നും വീണ്ടും മുറുകിയും മഴമേളം ഇരമ്പുകയാണ്. സോനയ്ക്ക് എഴുന്നേൽക്കാൻ തോന്നിയില്ല. എന്താ മോളെ, നീ ഇനിയും എണീറ്റില്ലേ? അമ്മയാണ്. ഇനി രക്ഷയില്ല, എണീക്കുക തന്നെ. പോരെങ്കിൽ ഇന്ന് സ്കൂളുമുണ്ട്. മനസ്സില്ലാ മനസ്സോടെ എണീറ്റ് വരുന്ന സോനയെ സ്വാഗതം ചെയ്തത് കുറിഞ്ഞിപ്പൂച്ചയാണ്. അത് അവളുടെ കാലിൽ മുട്ടി ഉരുമ്മി കിണുങ്ങാൻ തുടങ്ങി. പോ പൂച്ചേ, നിന്റെ ഒരു കിന്നാരം. പൊയ്ക്കോ അവിടുന്ന്. ഉറക്കം മുറിഞ്ഞതിൻ്റെ കലി മുഴുവൻ അവൾ പൂച്ചയോട് തീർത്തു. കുളി കഴിഞ്ഞ് എത്തിയതും ദോശയും ചട്നിയും അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഛേ, ഇന്നും ദോശ! അവൾക്ക് അരിശം വന്നു. കഴിച്ചെന്ന് വരുത്തി ഓടിപ്പിടിച്ച് സ്കൂളിലേക്ക് ഒരുങ്ങിയിറങ്ങി. ചാത്തും ചെരിഞ്ഞും പെയ്യുന്ന മഴത്തുള്ളികൾ സോനയോടൊപ്പം സ്കൂൾ ബസ്സിലേക്കും കയറിപ്പറ്റാൻ നോക്കി. നാശം, ഈ മഴയ്ക്കു തോർന്നൂടെ? അവൾ പിറുപിറുത്തു. അപ്പോൾ കൂട്ടുകാരെ, അനിഷ്ടം എന്ന കഥയിലെ സോന എന്ന കുട്ടിക്ക് ആരോടും സ്നേഹമോ ഇഷ്ടമോ ബഹുമാനമോ ഒന്നുമില്ലാത്ത ഒരു കുട്ടിയാണല്ലേ? പക്ഷേ നമ്മുടെ ഇഷ്ടം എന്ന കഥയിലെ കുട്ടിക്കോ? കഥയുടെ പേര് പോലെ തന്നെ എല്ലാവരോടും അവൾക്ക് ഇഷ്ടമാണ്. ഇനി നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. അനിഷ്ടം എന്ന കഥയിലെ സോനയ്ക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ്. അവൾക്ക് ആരെയും ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ കഴിയുന്നില്ല. അവളോട് കൂട്ടുകൂടാൻ വന്ന കുറിഞ്ഞി പൂച്ചയോടും കഴിക്കാൻ എടുത്തു വെച്ച ആഹാരത്തോടും മഴയോടുമെല്ലാം അവൾക്ക് ദേഷ്യമാണ്. എന്നാൽ ഇഷ്ടം എന്ന കഥയിലെ കുട്ടിക്ക് എല്ലാത്തിനോടും സ്നേഹമാണ്. അവൾക്ക് ചുറ്റുമുള്ളതിനെയെല്ലാം ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും അവൾക്ക് കഴിയുന്നു. പ്രകൃതിയെയും മൃഗങ്ങളെയും കുടുംബത്തെയുമെല്ലാം അവൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതിനാൽ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ അവൾക്ക് കഴിയുന്നു. അടുത്ത ചോദ്യം നോക്കാം. മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നതിങ്ങനെയാണ്. ലോകമേ തറവാട്, തനിക്കീ ചെടുകളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ഈ വരികളും പാഠത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്ത് വായിക്കൂ. കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കൂ. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ 2 വരികളാണിത്. ഈ ഒരു വരിയുടെ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ലോകമേ തറവാട്, തനിക്കീ ചെടുകളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് വെച്ചാൽ ഈ ലോകമാണ് എൻ്റെ തറവാട്. ഈ ലോകത്തിലെ ചെടുകളും പുൽകളും പുഴുക്കളും എല്ലാം ചേർന്നതാണ് എൻ്റെ കുടുംബക്കാർ. ഇതുപോലെ തന്നെയല്ലേ മക്കളെ നമ്മുടെ ഇഷ്ടം എന്ന കഥയിലെ കുട്ടിക്കും? അവളും അവൾക്കൊപ്പം എല്ലാവരെയും ചേർത്ത് നിർത്തുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഭൂമിയിലുള്ള എല്ലാത്തിനോടും അവൾക്ക് ഇഷ്ടമാണ്. അങ്ങനെയെങ്കിൽ ഗുരുനാഥൻ എന്ന കവിതയിലെ ഈ 2 വരികളും ഇഷ്ടം എന്ന കഥയിലെ വരികളും തമ്മിൽ എന്തെങ്കിലും സാമ്യത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ? എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലും ഇഷ്ടം എന്ന കഥയിലും ഒരേ ആശയമാണ് വരുന്നത്. ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കണ്ട മഹാത്മാവായിരുന്നു ഗാന്ധിജി. ചെടുകളും പുൽകളും പുഴുക്കളും എല്ലാം ചേർന്ന ഈ ലോകത്തെയാണ് ഗാന്ധിജി തൻ്റെ കുടുംബമായി കണ്ടത്. അതുപോലെ തന്നെ ഇഷ്ടം എന്ന കഥയിലെ കുട്ടിക്കും എല്ലാവരോടും സ്നേഹമാണ്. തൻ്റെ ചുറ്റുമുള്ളതിനെയെല്ലാം ചേർത്ത് പിടിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും അവൾക്ക് കഴിയുന്നു. കാറ്റിനെയും മഴയെയും ഇളം വെയിലിനെയും എല്ലാം അവൾ ഇഷ്ടത്തോടെ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റേതൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട്? ഓരോ ഇഷ്ടവും എഴുതി യോജിച്ച ചിത്രം വരയ്ക്കൂ. കൂട്ടുകാർക്ക് എന്തൊക്കെ കാര്യങ്ങളോടാണ് ഇഷ്ടം? ആ ഇഷ്ടങ്ങളെല്ലാം എഴുതി അവയ്ക്ക് യോജിച്ച ചിത്രങ്ങൾ വരയ്ക്കണേ. ഇവിടെ ഞാൻ ചില ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വായിക്കാം. നിലാവുള്ള രാത്രിയിൽ മാനത്ത് ചന്ദ്രനെ നോക്കിയിരിക്കാൻ എനിക്കിഷ്ടമാണ്. പുതുമഴ പെയ്തിറങ്ങിയ മണ്ണിൻ്റെ മണം എനിക്കിഷ്ടമാണ്. വൈകുന്നേരങ്ങളിൽ
പാടവരമ്പിലൂടെ ഇളം കാറ്റുകൊണ്ട് നടക്കാൻ എനിക്കിഷ്ടമാണ്. അത്താഴത്തിനു ശേഷം എൻ്റെ മുത്തശ്ശി പറഞ്ഞു തരുന്ന കഥകൾ കേട്ടുറങ്ങാൻ എനിക്കിഷ്ടമാണ്. അമ്മയുടെയും അച്ഛൻ്റെയും അനിയൻ്റെയും കൂടെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാൻ എനിക്കിഷ്ടമാണ്. ഇതുപോലുള്ള ഇഷ്ടങ്ങളെല്ലാം കൂട്ടുകാരും എഴുതണേ. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്